ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോകൾ ഇഷ്ടമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. അതോടൊപ്പം വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ കമന്റുകളും പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. എല്ലാവർക്കും നമസ്കാരം. SS മീഡിയയുടെ ഓൺലൈൻ PSC കോച്ചിങ്ങിലേക്ക് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. എൻ്റെ പേര് ഷൈൻസി. ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ ഇത് തീർച്ചയായിട്ടും കാണണം. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ന്യൂയോർക്കിൽ വെച്ച് നടന്ന ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ, ന്യൂയോർക്കിലെ ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സിനിമയായി തിരഞ്ഞെടുത്തത് ഏത്? അപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള ഏത് സിനിമയാണ് ന്യൂയോർക്കിൽ നടന്ന ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സിനിമയായി തിരഞ്ഞെടുത്തത് എന്നതാണ് ചോദ്യം. ഉത്തരം മൂത്തോനാണ്. മൂത്തോൻ എന്ന് പറയുന്ന മലയാള സിനിമ ഗീതു മോഹൻദാസ് ആണ് സംവിധാനം ചെയ്തിരിക്കുന്ന. ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്ത മൂത്തോൻ എന്ന് പറയുന്ന സിനിമയാണ് ന്യൂയോർക്കിലെ ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുത്തത്. അതുപോലെ തന്നെ ഈ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനെ മികച്ച നടനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് നിവിൻ പോളിയാണ്. അപ്പോൾ നിവിൻ പോളിയാണ് മികച്ച നടൻ എന്ന് പറയുന്നത്. മികച്ച നടി എന്ന് പറയുന്നത് ഗാർഗി അനന്തനാണ്. മികച്ച നടി ഗാർഗി അനന്തൻ. അതുപോലെ ഈ ഫിലിം ഫെസ്റ്റിവലിലെ മികച്ച ബാലതാരമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് സഞ്ജന ദീപുവിനെയാണ്. സഞ്ജന ദീപു. അതുപോലെ മികച്ച സംവിധായകൻ അച്ചൽ മിശ്രയാണ് മികച്ച സംവിധായകൻ. അപ്പോൾ ന്യൂയോർക്കിൽ നടന്ന ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് മൂത്തോനാണ്. ആരാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്? ഗീതു മോഹൻദാസ് ആണ്. മികച്ച നടൻ ആരാണ്? നിവിൻ പോളിയാണ് മികച്ച നടൻ. ഗാർഗി അനന്തനാണ് മികച്ച നടി എന്ന് പറയുന്നത്. ഗാർഗി അനന്തൻ മികച്ച നടിയാണ്. സഞ്ജന ദീപുവാണ് ബാലതാരം. അതുപോലെ മികച്ച സംവിധായകനായിട്ട് അച്ചൽ മിശ്രയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം ഇതാണ്: ദേശീയ ഹൃദയമാറ്റ ശസ്ത്രക്രിയ ദിനം. അപ്പോൾ ദേശീയ ഹൃദയമാറ്റ ശസ്ത്രക്രിയ ദിനം എന്ന് പറയുന്നത് ഓഗസ്റ്റ് 3-നാണ്. അപ്പോൾ ഓഗസ്റ്റ് 3-നാണ് ദേശീയ ഹൃദയമാറ്റ ശസ്ത്രക്രിയ ദിനം ആചരിക്കുന്നത്. ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തിയത് 1994-ലാണ്. എയിംസിൽ വെച്ചാണ് ഇത് നടത്തിയത്. ഡോക്ടർ വേണുഗോപാൽ ആണ് ഈ ശസ്ത്രക്രിയക്ക് നേതൃത്വം കൊടുത്തത്. അപ്പോൾ 1994-ൽ എയിംസിൽ വെച്ചാണ് ആദ്യമായിട്ട് ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തിയത്. ഇതിന് നേതൃത്വം കൊടുത്തത് ആരാണ്? ഡോക്ടർ വേണുഗോപാലാണ്. അപ്പോൾ ഈ ദേശീയ ഹൃദയമാറ്റ ശസ്ത്രക്രിയ ദിനമായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് 3-നാണ്. അടുത്ത ചോദ്യം ഇതാണ്: മഹാത്മാഗാന്ധിജിയുടെ സ്മരണാർത്ഥം നാണയം പുറത്തിറക്കുന്ന രാജ്യം. അപ്പോൾ മഹാത്മാഗാന്ധിജിയുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഒരു രാജ്യം ഒരു നാണയം പുറത്തിറക്കുകയാണ്. അത് ഏത് രാജ്യം എന്നുള്ളതാണ്? ബ്രിട്ടനാണ്. അപ്പോൾ ബ്രിട്ടനാണ് മഹാത്മാഗാന്ധിജിയുടെ സ്മരണാർത്ഥം അദ്ദേഹത്തിന്റെ പടം വെച്ചുകൊണ്ട് ഒരു നാണയം പുറത്തിറക്കുന്നത്. എവിടെയാണ്? ബ്രിട്ടൻ. അപ്പോൾ ഇത് ബ്രിട്ടനിൽ പുറത്തിറക്കാൻ കാര്യം തന്നെ ഇപ്പോൾ അവിടുത്തെ കറന്റ് ഫിനാൻസ് മിനിസ്റ്റർ എന്ന് പറയുന്നത് ഋഷി സുനാകാണ്. ഇന്ത്യൻ വംശജനായ ഋഷി സുനാകാണ് കറന്റ് ഫിനാൻസ് മിനിസ്റ്റർ. അദ്ദേഹത്തിന്റെ പ്രത്യേകമായ ഇടപെടലുകൾ മൂലമാണ് ഈ ബ്രിട്ടനിൽ ഇപ്പോൾ മഹാത്മാഗാന്ധിജിയുടെ സ്മരണാർത്ഥം ഒരു കോയിൻ പുറത്തിറക്കുന്നത്. ഇനി അടുത്ത ചോദ്യം: BCCIയുടെ കോവിഡ് ദൗത്യ സംഘത്തെ നയിക്കാൻ പോകുന്ന മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം. അപ്പോൾ ഏത് ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് BCCI ബോർഡ് ഓഫ് ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന് ഇന്ത്യയുടെ കോവിഡ് ദൗത്യ സംഘത്തെ നയിക്കാൻ പോകുന്നത്? ഇന്ത്യയുടെ വൻമതിൽ എന്ന് വിശേഷിപ്പിച്ചിരുന്ന രാഹുൽ ദ്രാവിഡിനെയാണ്. അപ്പോൾ ദേശീയ ക്രിക്കറ്റ് അക്കാദമിയുടെ മേധാവിയാണ് രാഹുൽ ദ്രാവിഡ്. അതുപോലെ തന്നെ മുൻ ഇന്ത്യൻ ക്യാപ്റ്റനായിരുന്നു, ടീമിന്റെ ക്യാപ്റ്റനായിരുന്നു. അതുപോലെ ഇന്ത്യയുടെ വൻമതിൽ എന്നൊക്കെയാണ് രാഹുൽ ദ്രാവിഡിനെ വിശേഷിപ്പിച്ചത്. അപ്പോൾ ഈ രാഹുൽ ദ്രാവിഡാണ് BCCIയുടെ കോവിഡ് ദൗത്യ സംഘത്തെ നയിക്കുവാൻ വേണ്ടി പോകുന്നത്. ഇനി അടുത്ത ചോദ്യം: യോഗ്യതയില്ലാത്തവർക്കും തൊഴിലവസരങ്ങൾ കണ്ടെത്താനാവാത്തവർക്കുമായി കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതി. അപ്പോൾ കുടുംബശ്രീ ഒരു പദ്ധതി ആരംഭിക്കുവാൻ പോവുകയാണ്. യോഗ്യതയില്ലാത്തവർക്കും അതുപോലെ തന്നെ തൊഴിൽ അവസരം കണ്ടെത്താൻ പ്രയാസപ്പെടുന്നവർക്കുമായിട്ട് അവർക്ക് വേണ്ടിയുള്ള ഒരു പദ്ധതി, അവർക്ക് വേണ്ടി ആരംഭിക്കുന്ന ഈ പദ്ധതിയുടെ പേരാണ് കണക്ട് ടു വർക്ക്. കണക്ട് ടു വർക്ക് എന്നാണ് ഈ പദ്ധതിയുടെ പേര്. അപ്പോൾ എന്താണ് കണക്ട് ടു വർക്ക് എന്ന് പറഞ്ഞാൽ? യോഗ്യതയില്ലാത്തവർക്കും തൊഴിലവസരങ്ങൾ കണ്ടെത്തുവാൻ വേണ്ടി ബുദ്ധിമുട്ടുന്നവർക്കും വേണ്ടി കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതിയാണ് കണക്ട് ടു വർക്ക്. അടുത്ത ചോദ്യം ഇതാണ്: HDFC ബാങ്കിന്റെ പുതിയ MDയും CEO എന്ന് പറഞ്ഞാൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. MDയും CEO ആരാണ്? പുതിയ ആളെ വന്നിരിക്കുന്നു, ശശിധർ ജഗദീശന്റെ അപ്പോയിന്റ്മെന്റ് ആണ് ഇപ്പോൾ റിസർവ് ബാങ്ക് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശശിധർ ജഗദീശനാണ്
HDFC ബാങ്കിന്റെ പുതിയ MDയും CEO എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ് ആര് ഇപ്പോൾ അപ്രൂവൽ ചെയ്തിരിക്കുകയാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്രൂവൽ ചെയ്തിരിക്കുകയാണ്. ഇദ്ദേഹത്തിന് മുൻപ് ആദിത്യപുരിയായിരുന്നു ഇദ്ദേഹത്തിന് മുൻപ് ഈ സ്ഥാനങ്ങൾ വഹിച്ചിരുന്നത്. MDയും CEO ആദിത്യപുരിയായിരുന്നു. അദ്ദേഹത്തിന് പകരമായിട്ടാണ് ഇപ്പോൾ പുതിയ ആൾ വന്നിരിക്കുന്നത്. ഇനി 3 വർഷമാണ് ഇദ്ദേഹത്തിന്റെ കാലാവധി എന്ന് പറയുന്നത്. 3 വർഷത്തെ കാലാവധിയാണ്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് HDFC ബാങ്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് മുംബൈയിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. അതുപോലെ ദീപക് S പരേഖാണ് ചെയർമാൻ എന്ന് പറയുന്നത്. ദീപക് S പരേഖാണ് ചെയർമാൻ ആരാണ്? ദീപക് S പരേഖ്. ഇനി അടുത്ത ചോദ്യം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യം. സമാധാന നോബൽ സമ്മാന ജേതാവും ഐറിഷ് രാഷ്ട്രീയ നേതാവുമായ ആരാണ് ഈ കഴിഞ്ഞ ദിവസം അന്തരിച്ചത്? അപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, സമാധാന നോബൽ സമ്മാന ജേതാവായിരുന്നു അയർലൻഡിലെ. അതുപോലെ തന്നെ അയർലൻഡിലെ ഒരു പ്രശസ്തനായിട്ടുള്ള രാഷ്ട്രീയ നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം. ഈ കഴിഞ്ഞ ദിവസം അന്തരിച്ചു. ജോൺ ഹ്യൂം എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ജോൺ ഹ്യൂം ആണ് ഈ കഴിഞ്ഞ ദിവസം അയർലൻഡിൽ അന്തരിച്ചത്. അവിടുത്തെ ഒരു പ്രശസ്തനായ രാഷ്ട്രീയ നേതാവും അതുപോലെ തന്നെ നോബൽ സമ്മാന ജേതാവുമായിരുന്നു. 1998 ഇദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചത്. ഡേവിഡ് ട്രിംബിളിനൊപ്പം ഇവർ രണ്ടുപേർ പങ്കിടുകയാണ് ചെയ്തത്. 1998 സമാധാന നോബൽ സമ്മാനം ഡേവിഡ് ട്രിംബിളിനൊപ്പമാണ് ഇദ്ദേഹം പങ്കിട്ടത്. ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് സമാധാനത്തിന്റെ ഐറിഷ് സമാധാന ശില്പി എന്നാണ് ഇദ്ദേഹത്തെ വിളിക്കുന്നത്. ഐറിഷ് സമാധാന ശില്പി. അതുപോലെ ദുഃഖവെള്ളിയാഴ്ച കരാറൊക്കെ തയ്യാറാക്കിയത് ഇദ്ദേഹമാണ്. ചോദ്യം ഇതായിരുന്നു, നോബൽ സമ്മാന ജേതാവും ഐറിഷ് രാഷ്ട്രീയ നേതാവുമായ ആരാണ് അടുത്തിടെ അന്തരിച്ചത്? ജോൺ ഹ്യൂം ആണ്. ഇനി അടുത്ത ചോദ്യം, ദേശീയ ലൂജ് ടീമിന്റെ പരിശീലകനായി ചുമതലപ്പെടുത്തിയത് ആരെയാണ്? അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ദേശീയ ലൂജ് ടീമിന്റെ പരിശീലകനും അതിന്റെ ഹൈ പവർ അതോറിറ്റിയുമായിട്ടുള്ള ഒരു ഹൈ പവർ ഡയറക്ടറായിട്ട് ഒരാളെ നിയമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ശിവകേശവൻ. ഇദ്ദേഹം ഒരു പാതി മലയാളിയാണ്. ഇദ്ദേഹത്തിന്റെ അച്ഛൻ തലശ്ശേരിക്കാരനാണ്. ഈ ലൂജ് ഗെയിം എന്ന് പറയുന്നത് ഐസിൽ ഫൈബർ ഗ്ലാസിലൂടെ തെന്നി നീങ്ങുന്ന ഒരു കായിക ഇനമാണ് ലൂജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലൂജിനെ പ്രതിനിധീകരിച്ച് ശീതകാല ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ ഇന്ത്യക്കാരനാണ് ഇദ്ദേഹം. ശിവകേശവൻ, പാതി മലയാളിയായ ഇദ്ദേഹമാണ് ആദ്യത്തെ ഇന്ത്യക്കാരൻ. ശീതകാല ഒളിമ്പിക്സിൽ പങ്കെടുത്ത ലൂജ് ഇനത്തിൽ പങ്കെടുത്ത ആദ്യത്തെ ഇന്ത്യക്കാരൻ. അതുപോലെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 6 ശീതകാല ഒളിമ്പിക്സിൽ പങ്കെടുത്ത് ചരിത്രം എഴുതിയ ഒരു വ്യക്തിയാണ്. ഇന്ത്യൻ ചരിത്രം എഴുതിയ ഒരു വ്യക്തിയാണ് ഈ ശിവകേശവൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങൾ ഇവിടെ പൂർണ്ണമാകുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു, പേടിഎം മണിയുടെ പുതിയ CEO ആര് എന്നുള്ളതായിരുന്നു ചോദ്യം. വരുൺ ശ്രീധർ എന്നുള്ളതാണ് ആൻസർ. ഇതിന്റെ ഉത്തരങ്ങൾ പോസ്റ്റ് ചെയ്ത എല്ലാ വിജയികൾക്കും കൺഗ്രാജുലേഷൻ അറിയിക്കുന്നു. ഇനി ഇന്നത്തെ ചോദ്യം ഇതാണ്, US-ലെ ബഹാമാസിൽ നാശം വിധിച്ചുകൊണ്ടിരിക്കുന്ന ചുഴലിക്കാറ്റിന്റെ പേര് എന്ത് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ ആ ചുഴലിക്കാറ്റിന്റെ പേരാണ് നിങ്ങൾ ഇതിന്റെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഇതിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു.